ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. സോ എല്ലാ തവണത്തേന്നും ഒന്ന് ഒരു വ്യത്യാസമായിട്ടൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നെല്ലിയാമ്പതിയിലേക്കൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പോകുന്ന വഴി നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടി, ഇങ്ങനെ എൻട്രൻസിൽ തന്നെ. പിന്നെ ചെക്ക് പോസ്റ്റ് കടന്നപ്പോൾ ശരിക്കും നല്ലൊരു പനോരമിക് വ്യൂ ഡാമിൻ്റെ നല്ല അടിപൊളിയായിട്ട് കിട്ടി നമുക്ക്. അത് കഴിഞ്ഞ് ഫോറസ്റ്റ് റൂട്ട് ഇങ്ങനെ സ്റ്റാർട്ടായി. ആദ്യമൊന്നും ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു യാത്രയായിരുന്നു. കുട്ടി വളരെ ഹാപ്പി ആയിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. പോകുന്ന വഴിയെല്ലാം ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ സ്പോട്ടിങ്സ് കിട്ടി. ഞങ്ങൾക്ക് കുറച്ച് കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സിംഹവാലൻ കുരങ്ങിൻ്റെ സ്പോട്ടിങ്ങുകൾ കിട്ടി. പിന്നെ കുറച്ചങ്ങ് വണ്ടി മല കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല കോടയൊക്കെ തുടങ്ങി. ഞങ്ങൾ വളരെ നേരത്തെയാണ് പുറപ്പെട്ടത്. ചെക്ക് പോസ്റ്റിൽ 7 മണിക്ക് നമുക്കൊരു ഹോൾട്ട് കിട്ടിയെങ്കിലും 7 മണിക്ക് തന്നെ അവർ കടത്തി വിട്ടു. പിന്നെ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ഈ അനിമൽസ് എല്ലാം ഇത്തിരി കൂടുതലായിരുന്നു റോഡിലും. ഞങ്ങൾ കയറി വന്ന സമയത്ത് തന്നെ ഒരു ബൈസൺ ഇങ്ങനെ റോഡിന് കുറുകെ ഇങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, കടന്നു പോകാൻ പേടിച്ചിട്ട്. പിന്നെ ഒരു ട്രാവലർ കയറിപ്പോയി എൻ്റെ ഒരു സൈഡിൽ കൂടെ ഞങ്ങളങ്ങോട്ട് പാസ് ചെയ്തത്. അത് കഴിഞ്ഞ് നല്ലൊരു കോടയുള്ള ഭാഗത്ത് ഞങ്ങൾ ബൈക്ക് നിർത്തി. ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല, നല്ല ഒരു സൂപ്പർ കോടയായിട്ട് നിന്നൊരു വ്യൂ ആയിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു കോട അങ്ങ് മാറി പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിലൊരു മലയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അത് വളരെ ഈ കാണുന്ന ഈ മലയെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് ഫോഗി ആയിട്ട് നിൽക്കായിരുന്നു. പിന്നീട് പെട്ടെന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ മലയുടെ ഒരു വ്യൂ കിട്ടിയത്. ഈ മലയുടെ താഴ്വാരത്തൊക്കെ ഒരു ചെറിയ വയലറ്റ് പൂക്കളുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ. പിന്നെ പോകുന്ന വഴിയെല്ലാം കുറച്ച് റോഡൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്തി. അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് പതുക്കെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ അങ്ങനെ നടന്നു. നടക്കാണ്ടായിരുന്നു കുറേ കല്ലൊക്കെ, ഭയങ്കര കല്ലുള്ള വഴിയായിരുന്നു. കുട്ടിയാണെങ്കിൽ തന്നെ നടക്കാന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. പക്ഷെ അവൻ തന്നെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിയായിരുന്നു, കല്ലിൻ്റെ മുകളിൽ കൂടെ ചാടിക്കയറുന്നു. നടന്നു പോകുന്ന ഒരു ഭാഗം ഇലക്ട്രിക് ഫെൻസിങ് ആണെന്ന് തോന്നുന്നു. ഒരു ഇലക്ട്രിക് ഫെൻസിങ് പോയിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ വല്ല മൃഗങ്ങൾ അങ്ങോട്ട് കടക്കാണ്ടിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ സഞ്ചാരികളാവാം. അപ്പുറത്ത് തന്നെ തേയിലത്തോട്ടാണ്, ചിലപ്പോൾ അങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഫെൻസിങ് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും നമ്മൾ ആ വ്യൂ പോയിന്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തി. നല്ലൊരു പനോരമിക് വ്യൂ ആണ്, നല്ല ആഴമുള്ളൊരു ഏരിയ ആണിത്. ഞങ്ങളൊരു വീക്ക് ഡേ പോയതുകൊണ്ട് തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിയിലെ ഫേമസ് നെല്ലിമരത്തിൻ്റെ അവിടെ എത്തി. അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലായി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ മരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറി അങ്ങോട്ട് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സിദ്ധാർകുട്ടി വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് ഞങ്ങൾ ഗ്രീൻലാൻഡ് ഫാമിലേക്ക് പോയി. അവിടെ നമ്മൾ ഈ ചെറിയ കുട്ടികളെ കൊണ്ടുപോയാൽ നല്ല രസമാണ്. അധികം
ആനിമൽസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പ്രാവുകളും വെറൈറ്റി ബ്രീഡായിട്ടുള്ള ആടുകൾ, പൂച്ച, എമ്മു പക്ഷി, അങ്ങനെ കുറച്ച് ബേർഡ്സ് ഉണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുപോയാൽ നല്ലൊരു അവർക്ക് ഹാപ്പി ആയിരിക്കും. ഈ കോഴി വളരെ അഗ്രസീവാണ്. ഞങ്ങൾ കുട്ടീനെ കൊത്താൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റിയെത്തി, പിന്നെ എന്നെ ടാർഗറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളവിടെ നിന്ന് മാറിപ്പോയി ചെറിയ ആട്ടിൻകുട്ടീനെ കണ്ടു. ഈ ഇത് ആടിൻ്റെ അമ്മയാണ്. അത്ര സൈസേ വരുള്ളൂ. ആക്ച്വലി നമ്മുടെ ആട്ടിൻകുട്ടിയുടെ വലിപ്പേ എൻ്റെ അമ്മമാർക്ക് വരുള്ളൂ. കുട്ടികളൊക്കെ വളരെ ചെറുതാണ്. കുട്ടു ആദ്യമായിട്ടാണ് ഈ എമു പക്ഷിനെ കാണുന്നത്. ഇതിൻ്റെ വളരെ ത്രില്ലിങ്ങിലായിരുന്നു. പിന്നെ അവിടെ പേർഷ്യൻ ക്യാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല വെറൈറ്റി കോഴികളുണ്ടായിരുന്നു. ഈ എമു പക്ഷികളൊക്കെ വളരെ ആക്റ്റീവായി ഇരിക്കുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ആട്ടിൻകുട്ടികളെ വളർത്തുന്ന സ്ഥലത്തേക്ക് പോയി. നല്ലൊരു രസമുള്ള ഏരിയ ആയിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു ആട്ടിൻകുട്ടീനെ കിട്ടി, നല്ല ചന്തമുള്ള ആട്ടിൻകുട്ടീനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ആട്ടിൻകുട്ടീനെയൊക്കെ തൊട്ടു ആദ്യം. ഈ ഫാമിൻ്റെ അപ്പുറത്തെ സൈഡ് ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. നല്ല രസമാണ് അവിടെ കാണാൻ. കുട്ടൂരിന് ഇവിടെ നിന്ന് പോകാനും തോന്നുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്ര വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു നെല്ലിയാമ്പതി ഒന്ന് ട്രിപ്പ് ഫുൾ ഇവിടെ തന്നെ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നത് വളരെ വർത്തിട്ടാണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അവർക്ക് വളരെ ഒരു ഗുഡ് ടൈമാണ് കിട്ടുന്നത് ഇവിടെ. പിന്നെ ഈ ഫാമിൻ്റെ ഓപ്പോസിറ്റിന് ചെറിയൊരു തടാകമുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ച ടൈമിൽ ഇതില്ല, അല്ലെങ്കിൽ ഫുള്ള് നിറച്ച് അരയന്നങ്ങൾ കാണാമായിരുന്നു അവിടെ. ഞാനിവിടേക്ക് എൻട്രി ചെയ്ത ടൈമിലൊക്കെ ഫുള്ള് നിറച്ച് അരയന്നങ്ങളായിരുന്നു അവിടെ ആ വഴിയിൽ. തൊട്ടോ? നീ തൊട്ടോ? ഇഷ്ടമായി ആട്ടുകുട്ടീനെ? നമുക്ക് മേടിച്ചാലോ? ആട്ടുകുട്ടീനെ നമുക്ക് മേടിക്കാം. അങ്ങനത്തെ ആട്ടുകുട്ടീനെ നോക്കോ നീ? പിടിച്ച പിന്നെ ഞങ്ങൾ ഈ ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പുറത്ത് കാണുന്ന തടാകത്തിൻ്റെ വേറൊരു വ്യൂ ആണിത്. വളരെ നല്ല ഒരു പ്ലസന്റ് വ്യൂ ആണിത്. ഇവിടെ നിറച്ച് താറാവുകളും അരയന്നങ്ങളും ഈ ഫാമുകാർ തന്നെ വളർത്തുന്നതെന്ന് തോന്നുന്നുണ്ട്. ചില സമയം നിറച്ച് അരയന്നങ്ങളും താറാവുകളും വരും. കുറേ ഇതിൻ്റെ ഒരു എൻ്റെ കുറേ നീളത്തിലാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഇവർ അങ്ങോട്ടൊക്കെ പോയി സ്വിം ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ പേര് ഇങ്ങോട്ട് കാണാം.
താറാവുകളും മലയന്യങ്ങളൊക്കെ കൂടി നിന്നുകൊണ്ട് ഇവിടെ ഞങ്ങളെ കണ്ട് കുറേ പേടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും പോയി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയായിരുന്നു ഇത്. നല്ല ഒരു സൈഡിൽ മലനിരകൾ, ഒരു സൈഡിൽ തേയിലത്തോട്ടങ്ങളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയായിരുന്നു. റോഡ് അത്ര പ്ലസൻ്റ് അല്ല, കുറേ ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമുക്ക് ടൈം പോകുന്ന അറിയില്ല. ഇഷ്ടമുള്ള കാര്യമാണ് ഈ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ റൈഡ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഈ വഴിയിൽ പോകുന്ന കുറച്ച് നല്ല സ്പോട്ടുകൾ നോക്കി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മളെ സീതാർകുണ്ട് വ്യൂ പോയിന്റും ഗ്രീൻലാൻഡ് ഫാമൊക്കെ ഉണ്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ചോദിച്ചറിഞ്ഞ് പറഞ്ഞു നമുക്ക് വേറെ പോബ്സ് എസ്റ്റേറ്റ് വഴിയുള്ള ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ പോകാമെന്ന്. ഈ ഒരു ഏരിയ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ശരിക്കും. നമ്മൾ ആദ്യം ആ സീതാർകുണ്ട് പോയ വഴിയിലുള്ള തേയിലത്തോട്ടങ്ങളുടെ പോലെയല്ല, കുറച്ചും കൂടി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള തേയിലത്തോട്ടങ്ങളായിരുന്നു. വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നമ്മൾ ആ വാൽപ്പാറയൊക്കെ പോയിട്ടുള്ള അതേ വാൽപ്പാറ മൂന്നാറൊക്കെ ഉള്ള ഒരു സെയിം ഫീൽ, അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു വ്യൂ. ഈ വഴിയിലൂടെയൊക്കെ നമ്മൾ എത്ര നേരം റൈഡ് ചെയ്താലും നമുക്ക് ബോറിംഗ് ആയി ഫീൽ ചെയ്യില്ല. അത് കഴിഞ്ഞ് കുറേ നമ്മൾ ആ വഴിക്കടെ പോയപ്പോഴാണ് നമുക്കൊരു തൂക്കുപാലം കിട്ടിയതാണ്. തൂക്കുപാലത്തിന് അടിയിൽ ചെറിയൊരു അരുവി, നല്ല ഒരു വ്യൂ ആയിരുന്നു. അടിയിലേക്ക് ഇറങ്ങുന്ന ചെറിയ വഴിയൊക്കെ നമ്മൾ വേണ്ടത് കാണുമ്പോൾ അതെല്ലാം തോന്നുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടേണിങ് തിരിഞ്ഞ വഴിക്ക് ഒരു ആനേന് കുട്ടീനും കണ്ടത്. ഒരു കുട്ടി കൊമ്പൻ അമ്മയുടെ ഒപ്പം. ഞങ്ങൾ കണ്ട വഴി കുറച്ച് പാനിക്കായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഗൈഡൻസ് തരാനായിട്ട് വേണ്ട അവിടുത്തെ ചേട്ടന്മാരെ കണ്ടു. അവർ നമുക്ക് കാര്യങ്ങൾ കുറച്ച് കറക്റ്റായി പറഞ്ഞു തന്നു. നമ്മളനങ്ങാതെ നിന്ന് അവരവരുടെ പാട്ടിൽ പോയിക്കോളും എന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പേടിച്ചു, എത്ര നേരം ഞങ്ങളവിടെ ഹോട്ടായി നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ആനയ്ക്ക് ഇവിടെ കാട്ടിലേക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു പാസേജ് ഉണ്ടായിരുന്നില്ല. അവരും കുറച്ച് പാനിക്കാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റും കുറച്ച് നമ്മൾ തിരിച്ചിട്ടില്ല. അതിൽ കയറുമ്പോൾ കുറച്ച് ആൾക്കാരോട് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് ആന മുന്നോട്ട്
പോയി പേടിച്ച് മാറി വണ്ടി റിവേഴ്സിലേക്ക് പോയി. കുറച്ച് നേരം അധികം നേരം ഞങ്ങളവിടെ കഴിഞ്ഞു. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ താസം കട്ടി ഞാനയുടെ മുമ്പിൽ കൂടെ കടന്നു പോയി. നമ്മൾ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ലേ, അങ്ങനെ പോകുന്നവരെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മയാനെ തന്നെ സൈഡിൽ കൂടെ ഇറങ്ങി. കുട്ടിക്കമ്പല ഇറങ്ങാൻ പേടിയായിട്ടാന്ന് കുറച്ച് നേരം അധികം നേരം അവിടെ നിന്നു.